find out mean and standard deviation of the following data. Given age under years and number of persons died. Age under എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതായത് under 10 years, under 20 years, under 30 years അങ്ങനെയാണ് ഡേറ്റാസ് കൊടുത്തിരിക്കുന്നത്. സോ അത് ബിലോ അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അണ്ടർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ കണ്ടിന്യൂസ് സീരീസ്. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാക്കുക കൊടുത്തിരിക്കുന്നത് കണ്ടിന്യൂസ് സീരീസ് ആണ്. അതേപോലെ തന്നെ കൂടെയുള്ളത് cumulative ഫ്രീക്വൻസികളാണ്. So first we have to convert it into exclusive class intervals and corresponding frequencies. Class interval ആകുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ക്ലാസ് ഇന്റർവൽ അണ്ടർ 10 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർമലി നമ്മൾ 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 0 to 10 will be the first class interval. സെക്കൻഡ് ക്ലാസ് ഇന്റർവൽ അണ്ടർ 20 എന്നാണ്. അതിൽ ഓൾറെഡി നമ്മൾ 10 വരെയുള്ളത് എടുത്തു കഴിഞ്ഞു, 0 to 10 എടുത്തു കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ക്ലാസ് ഇന്റർവൽ എന്തായിരിക്കും? 10 to 20. So class intervals will be 0 to 10, 10 to 20, 20 to 30, 30 to 40, up to എവിടെ വരെ വരണം നോക്കുക. ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അണ്ടർ 80 എന്നാണ്, which means last class interval will be 70 to 80. So class intervals എഴുതി കഴിഞ്ഞു. കറസ്പോണ്ടിങ് ഫ്രീക്വൻസികൾ എന്ത് വരും? കൊടുത്തിരിക്കുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. സോ സബ്ട്രാക്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഫസ്റ്റ് ഫ്രീക്വൻസിയും ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും സെയിം ആണ്. അതായത് ലെസ് ദാൻ 10 എന്ന് പറയുന്നത് 0 to 10 നോട് സെയിം ആണ്. സോ നമ്പർ ഓഫ് പേഴ്സൺസ് ടൈം ഫ്രീക്വൻസി 15 തന്നെയാണ്. 10 to 20 എന്ത് വരും? അണ്ടർ 20 ഇയേഴ്സിൽ താഴെയുള്ള 30 പേര് മരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 10നും 20നും ഇടയിൽ പ്രായമുള്ള എത്ര പേര് കാണും? 30 minus 15. This again 50. Next frequency എന്ത് വരും? അണ്ടർ 30 എന്ന് പറയുന്നത് 53 ഉണ്ട്. ഓൾറെഡി നമുക്ക് കിട്ടി. അണ്ടർ 30 53 ആണ്. അതിൽ അണ്ടർ 20 എന്ന് പറയുന്നത് 30 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ 20ക്കും 30ക്കും ഇടയിലുള്ള എണ്ണം എത്ര വരും? 53 minus 30. That is 23. Next one will be 75 minus 53. That is 22. ഇതേപോലെ ബാക്കി നമുക്ക് ചെയ്യാം. 100 minus 75, 110 minus 100, 115 minus 110, and 125 minus 150. So these are our frequencies. And frequencyകളുടെ ടോട്ടൽ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് വാല്യൂ തന്നെയാണ്. ഓർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 125 എന്ന് കിട്ടും. ഇനി എന്താണ് വേണ്ടത്? ഫൈൻഡ് ഔട്ട് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുലാസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 4 ഫോർമുലയുണ്ട്. 2 ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, ഒരു സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്. ഇവിടെ നോക്കി ക്ലാസ് ഇന്റർവൽസ് കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. അത് കോമൺ ഡിഫറൻസ് ഉണ്ട്. ഈക്വൽ ക്ലാസ് ഇന്റർവൽസിലാണ് പോകുന്നത് വിത്ത് എ കോമൺ ഡിഫറൻസ് ഓഫ് 10. So I am going to apply here step deviation method. ഏത് മെത്തേഡിൽ ചെയ്താലും ആൻസർ കിട്ടും. ഞാനിവിടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ എന്ത് കണ്ടുപിടിക്കണം? ഡി പ്രൈം കണ്ടുപിടിക്കണം. സോ അരിത്തമെറ്റിക് മീൻ കാണാനായിട്ട് ഞാൻ അതേ മെത്തേഡ് യൂസ് ചെയ്യണം. ഫോർ ബോത്ത് അരിത്തമെറ്റിക് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഐ ആം യൂസിങ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സോ നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡി പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് എ ബൈ സി ആണ്. ആദ്യം നമ്മൾ എക്സ് വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ക്ലാസ് ഇന്റർവൽസിന്റെ മിഡ് പോയിന്റ്സ്. മിഡ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഹോൾ ഡിവൈഡഡ് ബൈ 2. So 0 to 10 മിഡ് പോയിന്റ് എന്ത് വരും? 0 plus 10 divided by 2, that is 5. അടുത്ത എന്ത് വരും? 10 plus 20 divided by 2, that is 15. ഒന്ന് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബാക്കി പറയാം. 10 വെച്ചല്ലേ കൂടി കൂടി പോകുന്നത്. So 35, 45, 55, 65 and 75. X values കിട്ടിക്കഴിഞ്ഞു. Now find D values. D values ന് ഒരു assumed average വേണം. Assumed average എന്ന് പറയുന്നത് X values ന്റെ മിഡിൽ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് എടുക്കാം. Here I am taking 45 as my assumed average A. So X minus 45 divided by 6. C എന്ന് പറയുന്നത് common difference ആണ് or class interval ആണ്. That is 10 here. എന്ത് വരുന്നു നോക്കിയേ. ഫസ്റ്റ് X value 5 ഇട്ട് കൊടുക്കുക. 5 minus 45 minus 40 divided by 10. This
minus 4. Next one എന്ത് വരും? 15 minus 45. Minus 30 divided by 10. Minus 3. ഇനി നോക്കി ഓരോന്നും ഇട്ട് കൊടുക്കാതെ തന്നെ കോമൺ ഇന്റർവെൽസ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബാക്കി ഈ ഒരു ഓർഡറിൽ തന്നെ ചെയ്തു പോകാം. -4 കഴിഞ്ഞിട്ട് -3 ആണ് വന്നത്. സോ നെക്സ്റ്റ് വാല്യൂ വിൽ ബി -2 -1 അടുത്ത എന്ത് വരെ 0 ഇവിടെ ഇപ്പൊ നെഗറ്റീവ് കുറഞ്ഞു വന്ന് 0 വരെ എത്തി. താഴോട്ട് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂസ് 1 2 and 3. എനിക്ക് d പ്രൈം കാണാൻ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് വാല്യൂ എന്താണ്? f into d prime. Arithmetic mean കാണണമെങ്കിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിലും we want to find out f into d prime. f into d prime എന്ത് വരും? നേരത്തെ ആണെങ്കിൽ വലിയ വാല്യൂസ് ആയിരുന്നു വന്നിരുന്നത്. അത് കുറെ കൂടെ ചെറുതായി. 15 into -4 that is -60. 15 into -3 -45. 23 into -2 -46. -22 0 10 10 and 30. f d പ്രൈമുകളുടെ സം ആണ്. എങ്ങനെയാണ് സം കാണേണ്ടത്? നെഗറ്റീവ് വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, പോസിറ്റീവ് വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ രണ്ട് വാല്യൂസിന്റെയും കൂടി ഡിഫറൻസ് കാണുക. വലുതിന്റെ സൈൻ വേണം ഇടാനായിട്ട്. f d പ്രൈം വാല്യൂസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് -123 എന്നാണ്. സോ ഈ ഒരു വാല്യൂ എഫ് ഡി പ്രൈം എന്ന് പറയാം, സമ്മേഷൻ എഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇത് ഉപയോഗിച്ച് നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ ഒരു വാല്യൂ കൂടെ അറിയണം. ഏതാണ്? ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആണെന്ന് പറയുന്നു. ഫോർമുല എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എഫ് ഡി പ്രൈം സ്ക്വയർ ബൈ എൻ മൈനസ് സമ്മേഷൻ എഫ് ഡി പ്രൈം ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു സി. അതിൻ്റെ അകത്ത് എഫ് ഡി പ്രൈം സ്ക്വയർ എന്നൊരു ടേമും കൂടെ ഉണ്ട്. സോ ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് എഫ് ഇൻറ്റു d prime square. So f into d prime square അറിയണമെങ്കിൽ ഞാൻ ആദ്യം d prime square എന്താണെന്ന് കണ്ടുപിടിക്കണം. d പ്രൈമുകൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. So square that. 16 9 4 1 0 1 4 9. Now f d prime square. f ന്റെ കോളവും d prime square ന്റെ കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 15 into 16 240. 15 into 9 135. 23 into 4 92. 22 into 1 is 22. 25 into 0 10 into 1 5 into 4 and 10 into 9. Again find the sum. Summation of d prime square il കാണുക, and that will be 609. So നമുക്ക് വേണ്ട എല്ലാ വാല്യൂസുമായി ഈ ഫോർമുലയ്ക്ക് അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂസ്. സോ ഫസ്റ്റ് ഫൈൻഡ് അരിത്തമെറ്റിക് മീൻ x bar. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിന്റെ ഫോർമുല എന്താണ്? a plus summation f d prime divided by n into c. c is the common difference. എന്ത് വരും? നമ്മൾ എടുത്തിരുന്ന assumed average 45 ആയിരുന്നു. 45 plus summation f d prime is -123 divided by capital N 125 ആണ് into c. Common difference 10. Again Boltzmann rule ആണ് ചെയ്യേണ്ടത്. First divide, then multiply and then add. ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ 45 കൊണ്ട് ആഡ് ചെയ്യാം. So our answer will be 35.16. Same way we can find standard deviation, that is square root of summation f d prime square by n minus summation f d by n whole square into c. Values എന്ത് വരും? Square root of summation f d prime square 609 divided by 125 minus summation f d prime, that is -123 divided by 125 whole square. അത്രയും ബ്രാക്കറ്റിനുള്ളിലാണ് into 10 സ്ക്വയർ റൂട്ടിന് വെളിയിലാണ്. സോ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബോൾട്ട്മാൻ റൂൾ തന്നെയാണ്. ഡിവൈഡ് ചെയ്യുക, ഇവിടെയും ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം സബ്ട്രാക്ട് ചെയ്യുക, സ്ക്വയർ റൂട്ടിനുള്ള എല്ലാ ഓപ്പറേഷൻസും ചെയ്യുക, റൂട്ട് കാണുക, അതിനുശേഷം മാത്രമേ into 10 ചെയ്യാവൂ.
So our final answer will be 19.76. So 35.16 is our arithmetic mean and 19.76 is our standard deviation. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത സെയിം ക്വസ്റ്റ്യന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കറസ്പോണ്ടിങ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ ആണ്. റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ടോ അതിലധികമോ സീരീസുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒറ്റ സീരീസേ ഉള്ളായിരുന്നു. സോ വി ക്യാൻ ഫൈൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ യൂസിംഗ് ദ ഫോർമുല സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇതിൽ സിഗ്മയും എക്സ് ബാറും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സിഗ്മ എന്ന് പറയുന്നത് 19.76 ആയിരുന്നു ആൻഡ് എക്സ് ബാർ എന്ന് പറയുന്നത് 35.16 ആണ്. സോ ഇൻറ്റു 100. So we get our coefficient of variation as 56.20. ഇവിടെ നമുക്ക് ഒരു ഒറ്റ സീരീസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനെ കിട്ടുന്നുള്ളൂ. സപ്പോസ് നമ്മുടെ കയ്യിൽ വേറെ ഒരു സീരീസും കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് this is series A and for B coefficient of variation is 47.89 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. സീരീസ് എയും സീരീസ് ബിയുടെയും രണ്ട് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വേരിയബിൾ ഏത് സീരീസ് ആയിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്നാണ് പറയുന്നത്. സോ വേരിയേഷൻ കൂടുതലുള്ളതിന് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും കൂടുതലായിരിക്കും. സോ വിച്ച് സീരീസ് വിൽ ബി മോർ വേരിയബിൾ? ഒബ്വിയസ്ലി സീരീസ് എ വിൽ ബി മോർ വേരിയബിൾ. അതേപോലെ തന്നെ വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വേരി ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല, മാറ്റങ്ങൾ എത്രയും കുറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കൂടുമ്പോൾ കൺസിസ്റ്റൻസിക്ക് എന്ത് സംഭവിക്കും? കൺസിസ്റ്റൻസി അവിടെ കുറയും. സോ വിച്ച് സീരീസ് വിൽ ബി മോർ കൺസിസ്റ്റന്റ്? സീരീസ് എയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കൂടുതൽ, സീരീസ് ബിയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കുറവ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കുറവുള്ളിടത്തായിരിക്കും കൺസിസ്റ്റൻസി കൂടുതൽ. So series B is more consistent. നമുക്ക് എന്ത് പറയാം? Series A is more variable and series B is more consistent. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? കൺസിസ്റ്റൻസി ചോദിച്ചാലും മോർ വേരിയബിൾ ഏതാണെന്ന് ചോദിച്ചാലും find coefficient of variation or relative measure of dispersion ആണ് കണ്ടുപിടിക്കേണ്ടത്. Mostly we use coefficient of variation. Coefficient of variation നോക്കുക. Coefficient of variation കൂടുതലുള്ള ആൾക്ക് വേരിയബിലിറ്റി കൂടുതലായിരിക്കും, കുറവുള്ള ആൾക്ക് കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും. ഇനി എഫിഷ്യൻസി ഏതിനാണ് കൂടുതലെന്ന് ചോദിച്ചാൽ രണ്ട് സീരീസിന്റെയും അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാം. അരിത്തമെറ്റിക് മീൻ കൂടുതലുള്ള ആർക്കാണോ അവരായിരിക്കും കൂടുതൽ എഫിഷ്യന്റ്.